ഒരു കലാകാരനെതിരെ നിറത്തിന്റെ പേരിൽ പറഞ്ഞ അധിക്ഷേപ വാക്കുകളിൽ ഒട്ടും കുറ്റബോധമില്ലാത്ത നർത്തകിയാണ് കലാമണ്ഡലം സത്യഭാമ ജൂനിയർ എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന സത്യഭാമ. തങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് പോലും അവരുടെ പേരിനൊപ്പം ചേർക്കുന്നത് കളങ്കമാണെന്ന് ചൂണ്ടിക്കാട്ടി കലാമണ്ഡലം തന്നെ സത്യഭാമയെ തള്ളിയിരുന്നു. വാർത്തകളിലും വിവാദങ്ങളിലും കലാമണ്ഡലം സത്യഭാമ എന്ന പേര് നിരവധി തവണ ആവർത്തിക്കപ്പെടുമ്പോൾ യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമയുടെ പേരാണ് ഈ സത്യഭാമയുടെ ആക്ഷേപ വാക്കുകൾ കൊണ്ട് കളങ്കത്തിനിരയാവുന്നത്. ഇന്നത്തെ സത്യഭാമ നമുക്ക് അപമാനമാണെങ്കിൽ യഥാർത്ഥ സത്യഭാമ നമുക്ക് അഭിമാനമായിരുന്നു. മോഹിനിയാട്ടത്തെ പുതുക്കി പണിത ലോക പ്രശസ്തയായ കലാകാരിയാണ് മൺമറഞ്ഞുപോയ യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ. യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ എന്നത് കലാരംഗത്ത് ചരിത്രം സൃഷ്ടിച്ച കലാകാരിയാണ്. മോഹിനിയാട്ടത്തെ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുത്തതും കലാമണ്ഡലത്തെ കേരള കലാ സാംസ്കാരികതയുടെ ഈറ്റില്ലമായി വളർത്തിയെടുത്തതുമെല്ലാം കലാമണ്ഡലം സത്യഭാമ എന്ന പത്മശ്രീ ജേതാവാണ്. 2015 നമ്മെ വിട്ടുപിരിഞ്ഞ അവരുടെ ജീവിതം ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാൽ നിറഞ്ഞതായിരുന്നു. പാലക്കാട് സ്വദേശിയായ കലാമണ്ഡലം സത്യഭാമ ജനിക്കുന്ന കാലഘട്ടത്തിൽ മോഹിനിയാട്ടം എന്ന കലാരൂപത്തിന് ഇന്ന് നമ്മൾ കാണുന്ന ഭാവങ്ങളോ പ്രൗഢിയോ ഒന്നുമില്ലായിരുന്നു. വളരെ ചുരുക്കം പേരാണ് അന്ന് മോഹിനിയാട്ടം അഭ്യസിച്ചിരുന്നത്. 8ാം ക്ലാസ് പഠനത്തിന് ശേഷം 1951 സത്യഭാമ നൃത്ത പഠനത്തിനായി കലാമണ്ഡലത്തിലെത്തി. നൃത്തത്തിൽ അഗ്രഗണ്യായ അവർ മഹാകവി വെള്ളത്തോളിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലം ട്രൂപ്പിലൂടെ നിരവധി ഇടങ്ങളിൽ നൃത്തം അവതരിപ്പിച്ചിരുന്നു. പിന്നീട് 1957 കലാമണ്ഡലത്തിൽ അഡീഷണൽ അധ്യാപികയായും നിയമിക്കപ്പെട്ടു. അക്കാലത്ത് മഹാകവി വെള്ളത്തോൾ കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം ഒരു പഠന വിഷയമാക്കിയപ്പോൾ അതിന്റെ പൂർവ്വരൂപത്തെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. കേരളത്തിന്റെ തനത് നൃത്തരൂപത്തെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. കൈകൊട്ടിക്കളി പഠിപ്പിച്ചിരുന്ന ടീച്ചർമാരെയാണ് അന്ന് മോഹിനിയാട്ട പരിശീലനത്തിനായി കലാമണ്ഡലത്തിൽ നിയോഗിച്ചിരുന്നത്. അന്നത്തെ ആദ്യകാല വിദ്യാർത്ഥിനിയായിരുന്നു സത്യഭാമ. ഭരതനാട്യത്തിനുള്ളതുപോലൊരു സിലബസ് മോഹിനിയാട്ടത്തിനില്ല എന്ന് സത്യഭാമ ടീച്ചർ മനസ്സിലാക്കിയതോടെ സ്വന്തമായ ഒരു സിലബസ് ചിട്ടപ്പെടുത്തുകയായിരുന്നു. ഒരു നർത്തകി എന്നതിലുപരി ടീച്ചർ അതിന്റെ ഗവേഷണങ്ങളിൽ താല്പര്യം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പല മുദ്രകളും ടീച്ചർ സ്വയം ചിട്ടപ്പെടുത്തിയതാണ്. മോഹിനിയാട്ടത്തിന് അന്നുണ്ടായിരുന്ന അപാകതകളെല്ലാം തന്നെ നീക്കി മോഹിനിയാട്ടത്തെ ഇന്ന് കാണുന്ന രീതിയിൽ നവീകരിച്ചത് സത്യഭാമ ടീച്ചറായിരുന്നു. നൃത്തരൂപത്തിൽ മലയാള തനിമ തന്നെ വേണമെന്ന നിർബന്ധം കൊണ്ട് തന്നെ മലയാളി മംഗമാരുടെ നടപ്പും ഇരിപ്പും നോക്കിയാണ് മോഹിനിയാട്ടത്തിലെ ചുവടുകൾ ടീച്ചർ തയ്യാറാക്കിയത്. മോഹിനിയാട്ടത്തെ നാടകരൂപത്തിൽ ആദ്യമായി അവതരിപ്പിച്ചതും ടീച്ചറായിരുന്നു. മോഹിനിയാട്ടത്തെ സംബന്ധിച്ച് ഇന്നുള്ള പ്രധാന ഗ്രന്ഥങ്ങളിലൊന്നായ മോഹിനിയാട്ടം ചരിത്രം സിദ്ധാന്തം പ്രയോഗം സത്യഭാമ ടീച്ചറുടെ രചനയാണ്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, ഭാരത സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പ്, സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ നൃത്തനാട്യ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് തുടങ്ങി നൃത്തരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് 2014 സത്യഭാമ ടീച്ചറെ രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു. കലാരംഗത്ത് ഇത്രയധികം സംഭാവനകൾ നൽകിയ അനശ്വര കലാകാരിയുടെ പേരുകൂടിയാണ് മറ്റൊരു നർത്തകിയുടെ തീർത്തും മോശമായ പ്രവൃത്തിയിലൂടെ ഇപ്പോൾ വലിച്ചിഴക്കപ്പെട്ടത്. മേഖല കലാരംഗമാണെങ്കിൽ കൂടി കലാമണ്ഡലം സത്യഭാമയ്ക്കൊപ്പം ഒരിക്കലും ചേർത്ത് വെക്കാൻ അർഹതയില്ലാത്ത ഒന്നാണ് വിവാദങ്ങളിൽ നിറയുന്ന സത്യഭാമ. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.